ഷർട്ട് ധരിച്ചുള്ള ക്ഷേത്രപ്രവേശനത്തിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ അഭിപ്രായം പറയാൻ പാടില്ലായിരുന്നുവെന്ന് സ്വാമി ചിദാനന്ദപുരി. ഹൈന്ദവ ആചാര വിഷയങ്ങളിൽ അഭിപ്രായം പറയേണ്ട ആവശ്യം മുഖ്യമന്ത്രിക്കില്ല. ആചാര അനുഷ്ഠാനങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെങ്കിൽ അത് നടപ്പിലാക്കാൻ ആചാര്യന്മാർക്കറിയാം. ഓരോ ക്ഷേത്രത്തിലെയും ആചാര അനുഷ്ഠാനങ്ങൾ അനുസരിച്ച് വേണം അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കാനെന്നും സ്വാമി ചിദാനന്ദപുരി ജനം ടിവിയോട് പറഞ്ഞു. സവിശേഷതയാർന്ന ക്ഷേത്രങ്ങളിൽ സവിശേഷതയാർന്ന ആചാരങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് ക്ഷേത്രങ്ങളിൽ നിന്നല്ല, ഏത് ആരാധനാ കേന്ദ്രത്തിലും സവിശേഷമായ ആചാര രീതികൾ, അനുഷ്ഠാന രീതികൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പാലിക്കാൻ അവിടെ പോകുന്ന ഏവരും ബാധ്യസ്ഥരാണ്. മുഖ്യമന്ത്രി പറയേണ്ട വിഷയമല്ല. ശ്രീ പിണറായി വിജയൻ അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം അദ്ദേഹം വ്യക്തിയാണ്. വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹത്തിന് പറയാനുള്ള അധികാരമുണ്ട്. പക്ഷെ മുഖ്യമന്ത്രി എന്ന രീതിയിൽ ഒരു മതത്തിൻ്റെ ആചാരത്തെക്കുറിച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് നമ്മുടെ ഒരു നിരപേക്ഷ സമൂഹത്തിൽ അഭികാമ്യമല്ല എന്ന് പറയേണ്ടി വരും. വ്യക്തി എന്ന രീതിയിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട്. അരുൺ കൊടുങ്ങൂർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, വ്യക്തമാണ് സ്വാമിജി പറഞ്ഞത്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഒരു വിഷയത്തിൽ അഭിപ്രായം എങ്ങനെ അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞു എന്ന ചോദ്യം കൂടിയാണ് വിവിധ ഹൈന്ദവ സംഘടനകളും ആചാര്യന്മാരും ഉന്നയിക്കുന്നത്. ദൃഢമായ ഒരു നിലപാട് തന്നെയാണ് ഈ വിഷയത്തിൽ സ്വാമി ചിദാനന്ദപുരി എടുത്തിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ ഒരു വിഷയത്തിൽ ശക്തമായ ഒരു നിലപാട് എടുത്തിരുന്നതായിരുന്നു എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൃശ്ശൂരിൽ ചേർന്ന മണ്ഡല യോഗത്തിൽ ഈ വിഷയങ്ങളെ കുറിച്ച് കൃത്യമായി ചർച്ച ചെയ്യുകയും അതോടൊപ്പം തന്നെ ഇതിനകത്ത് ഒരു പരിഹാരമടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായി ആലോചിക്കുകയും ചെയ്തിരുന്നു. എന്തെങ്കിലും തരത്തിലുള്ള പരിഷ്കാരങ്ങൾ ഹൈന്ദവ സമൂഹത്തിൽ ആവശ്യമെങ്കിൽ അത് കൃത്യമായി തന്നെ പരിഹരിക്കാൻ, അത് കൃത്യമായി തന്നെ നടപ്പാക്കാൻ കഴിയുന്ന ആചാര്യന്മാർ ഹിന്ദു സമൂഹത്തിൽ തന്നെയുണ്ട്, ഹിന്ദു സംഘടനകൾ തന്നെയുണ്ട്. അത് കൃത്യമായി തന്നെ പരിപാലിക്കുകയും അത് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. അത് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഈ കാര്യത്തിൽ അഭിപ്രായം പറയേണ്ട, അത് പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു കാര്യം. മറ്റ് മതസമൂഹങ്ങളുടെ ആചാരങ്ങളിൽ അതോടൊപ്പം തന്നെ അനുഷ്ഠാനങ്ങളിൽ ഒന്നും തന്നെ ഇവരാരും ഒരു തരത്തിലുള്ള കൈകടത്തലും നടത്താൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഭിപ്രായം പോലും പറയുന്നില്ല. പിന്നെ എന്തുകൊണ്ട് ഇവിടെ മാത്രം എന്നുള്ള ഒരു വലിയ ചോദ്യമാണ് സ്വാമിജിയും മുന്നോട്ട് വെക്കുന്നത്. നമുക്കറിയാം, ഹൈന്ദവ സംഘടനാ നേതാക്കളൊക്കെ തന്നെ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ നിലപാടെടുത്തുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി NSS ജനറൽ സെക്രട്ടറി, അതോടൊപ്പം തന്നെ SNDP ജനറൽ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് എടുത്തുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലേക്ക് CPM പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഈ വിഷയത്തിലാകുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. എന്തായാലും ഈ വിഷയത്തിൽ ഹൈന്ദവ സംഘടനകളുടെ അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമായി പരിപാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അറിയാമെന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ഓരോ ക്ഷേത്രങ്ങൾക്കും കൃത്യമായ ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, അവിടുത്തെ ചിട്ടാവട്ടങ്ങളുണ്ട്. അതനുസരിച്ച് മാത്രമായിരിക്കണം ഒരു ക്ഷേത്രത്തിൽ പോകേണ്ടത് എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അനു, ശരി.